ഉള്ളൂ അല്ലേ? കൈശാസ്ത്രപ്രകാരം കുട്ടിയുടെ കൂട്ടിന് ഒരാളും കൂടെ വേണമെന്നാണ് കാണിക്കുന്നത്. മുത്തശ്ശിയുടെ കൂട്ടിന് ഒരാളും കൂടെ വേണമെന്നാണ് കാണിക്കുന്നത്. എല്ലാം കയ്യിൽ പോയി. എല്ലാം അറിയുന്നവൻ ഗന്ധർവൻ. അത് ഞാൻ എന്റെ മുത്തശ്ശി ഇങ്ങോട്ട് വിളിക്കട്ടെ, പാവം കണ്ടിട്ടില്ല. മുത്തശ്ശിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതെന്താ? എന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. എനിക്ക് നിങ്ങളെ കാണാം. കുട്ടിക്കല്ലാതെ വേറെ ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല. എന്നെ ആരെങ്കിലും തൊട്ടാ കൂടെ ഞാൻ അറിയൂല. ചുമ്മാ. സത്യം. ശരിക്കും? വേണമെങ്കിൽ എന്നെ തൊട്ടു നോക്ക്. ഓ തൊട്ടാ? തൊട്ടു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ തൊട്ടു. വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടിത്തോട്. തൊട്ടാ? പക്ഷെ ഞാൻ അറിഞ്ഞില്ല. തൊട്ടു. കേട്ടിത്തോട്. തൊട്ടാ? പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഇനി വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ ആവാം. ഞാൻ അറിയൂല. അറിയില്ലല്ലോ. പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശി കാണും. ബാബാ ഗന്ധർവ കറക്റ്റ് ടൈമിങ്. എടാ എന്താ നിനക്ക്? എന്ത് നിനക്ക് അസൂയാണ്? അസൂയ? നീ നിയമം ലംഘിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കാൻ ഞാൻ ഹെൽമെറ്റ് ഇല്ലാത്ത വണ്ടി ഓട്ടിച്ചാ? യവനൊക്കെ എന്തിന്? നിനക്ക് അസൂയണ്ട? അസൂയ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വന്നേണ്. അതിന്റെ ഇടയിൽ കൂടെ എന്തിനു ചെയ്യട്ടെ അവനെയൊക്കെ. ആരാടിയത്? മുത്തശ്ശി ഗന്ധർവൻ. ഗന്ധർവനാ? ഇവനാ? നീ ഇവിടെ മാറിയടി വെച്ചേ. മോളെ വേണി, ഇത്രയും പെട്ടെന്ന് മുത്തശ്ശിയായി പോയാ? ആരാടാ നീ? എന്താ ഗന്ധർവൻ? ഇനീഷ്യലുള്ള ഗന്ധർവനോ? ഇവിടെ വാടാ. നിന്റെ പേരെന്തുവാന്ന് പറഞ്ഞേ? ചക്കരകണ്ണം ബാബുവിന്റെ മൂന്നാമത്തെ മകൻ ഗംഗൈ. നീ എന്താടാ ഇവിടെ? അതൊരു കാര്യത്തിന് വന്നു. നിന്റെ വീട് എവിടാടാ? മുത്തശ്ശി ദേവലോകത്തുനിന്നാ വന്നേ. ദേവലോകത്തുനിന്നോ? അതെന്റെ വീട്ടുപേരാ. നിന്റെ പണി എന്തുവാടാ? ഇതൊക്കെ തന്നെ പണി. വേറെ പണിയുണ്ട്. എന്ത് പണി കിട്ടിയാലും ചെയ്യും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പറ. എന്നെ കൊന്നാലും ഞാൻ പറയും. പറ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നേരിട്ട് വന്ന് തുറന്നു പറയാനുള്ള ഭയത്തിലാണ് ഈ വേഷം ഇട്ട് വന്നത്. അതും പൊളിഞ്ഞു. എടി ഒച്ചേ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? എനിക്കൊന്നും ഇഷ്ടമല്ല. ഇനി അവക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ നീ ഏത് മമ്മൂട്ടിയുടെ വേഷം കെട്ടി വന്നാലും എന്റെ കാലശേഷവേ നിന്റെ ആഗ്രഹം നടക്കൂ. എന്റെ കാലശേഷവേ നിന്റെ ആഗ്രഹം നടക്കൂ. അതായത് നിങ്ങളുടെ കല്യാണം നടക്കൂന്ന്. എങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മളെ കല്യാണം നടക്കും. വർത്താനം വാടാ. ഈ പോക്കാണെങ്കിൽ 2 മാസം കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ ഗന്ധർവ? എടാ മതിയടാ, മതി മതി, നിർത്തിട്ട് വെക്കോ. മതി മതി, ഇനി ആവശ്യമില്ല. ആരാടാ അത്? അതെന്റെ മാമന്റെ മോൻ മനു. മാവിന്റെ മണ്ടേ ഇരിക്കുന്നു. എടാ മാവിന്റെ മണ്ടേ ഇരിക്കുന്ന മാമന്റെ മോനെ മനു. എല്ലാം പൊളിഞ്ഞടാ. വാ, നിന്റെ ആളെന്താണ്ട് ഇവിടെ നിന്ന് പൂടി തളിയുന്നു. അല്ല പിന്നെ മുത്തശ്ശി, ഇയാൾക്ക് നമ്മൾ തൊട്ടാലൊന്നും അറിയൂലെന്ന്. അതുകൊണ്ട് അടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ നടന്ന? ചെറുതായിട്ട്. നിനക്ക് തൊട്ടാ അറിയൂലല്ലേ? അയ്യോ, ചുമ്മാ പറഞ്ഞത്. ഇപ്പൊ നിനക്കറിയുന്നുണ്ടോടാ? ഏയ്, എന്താ? ആ സൈഡ് അങ്ങ് മരവിച്ചു പോയി.